വിന്റർ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഹീറ്റർ ഇട്ടാലും കറണ്ട് ചാർജ് ഇങ്ങനെ പോകുന്നില്ല, ഗ്യാസിന്റെ ചാർജ് കൂടുന്നില്ല, റൂം തണുക്കത്തില്ല, ഹീറ്റ് ആവത്തില്ല. സോ ഇതൊക്കെ ഹീറ്റർ ഇട്ടേക്കുക. ഇവിടെ നല്ല ചൂടുണ്ട്, ഇവിടെ തണുത്തിരിക്കുന്നത് നമുക്ക് കൈയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ചൂടില്ല, ഇവിടെ ചൂടില്ല, ഇവിടം വരെയൊക്കെ ചൂട് വരുന്നുള്ളൂ, ഇങ്ങോട്ട് തണുത്തിരിക്കുക. അപ്പൊ ഇതിന് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പ്രഷർ കയറി അടയുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രഷർ കളയാനുള്ള കീ ആണ് ഈ കാണുന്നത്. സ്ക്വയർ ടൈപ്പിലൊരു കീ ഉണ്ട്, നമ്മൾ കീ ഒന്ന് എടുത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ എവിടെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇത് എയർ പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം വെള്ളം വന്നു തുടങ്ങും. ഇതിന് താഴെ കാണുന്ന വെള്ളം മേലോട്ട് വന്ന് ഇതിനകത്തൊന്ന് വെള്ളം ലീക്ക് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അടയ്ക്കണം. സോ നമ്മൾ തുറക്കാതെ സൗണ്ട് കേൾക്കുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൗണ്ടിന്റെ ഇച്ചിരി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യം എനിക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട്, നോർമൽ മൈക്ക് വെച്ചത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഞാൻ മൈക്ക് ഒന്ന് വെക്കുവാണേ. ഇപ്പോൾ ഹീറ്റർ ഓൺ അല്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി ഇതിന് ഇപ്പോൾ വെള്ളം വരാത്തത്. ഹീറ്റർ ഓൺ ആണെങ്കിൽ ഇതിന് വെള്ളം വരും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് തങ്ങിയിരിക്കുന്ന പ്രഷർ പോയി. ഇനി നമുക്ക് നോർമലി ഇത് അടച്ചു വെക്കണം. ഇതാണ് നമുക്ക് കീ. ടെമുവിലും ആമസോണിലും എല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ അതേ സ്ക്വയർ ടൈപ്പിലുള്ള കീ ആണ്. എല്ലാ ഹീറ്ററിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു കീ നമുക്ക് അഴിക്കാനുള്ള സ്ഥലം കാണും. ഇതാണ് കീ. എൻ്റെ ഈ നട്ടിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തങ്ങിയിരിക്കുന്ന പ്രഷർ മാറും. ഇത് എപ്പോഴാണ് മാറേണ്ടതെന്ന് വെച്ചാൽ ചില കേസിലൊക്കെ നമ്മുടെ ഹീറ്റർ ഈ താഴ്ഭാഗത്ത് മാത്രം ഹീറ്റ് ആവുകയും മുകളിലോട്ട് ഹീറ്റ് ആവാതെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലോട്ട് എയർ പ്രഷർ കയറി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹീറ്റ് മേലോട്ട് വരാത്ത, അല്ലെങ്കിൽ വാട്ടർ സർക്കുലേഷൻ മേലോട്ട് വരാത്ത. സോ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റർ ഒരുപാട് നേരം ഇടേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ റൂം ഹീറ്റ് ആവുകയും ചെയ്യും. സോ ദെൻ ബൈ, താങ്ക് യു.